ഈ സമയം ജിത്തുവിന്റെ ബൈക്ക് 3 നിലയുള്ള കേശവന്റെ വീടിന് മുന്നിൽ വന്നു നിന്നു. തലയിൽ വെച്ചിരുന്ന ഹെൽമെറ്റ് ഊരി ബൈക്കിന്റെ മുകളിൽ വെച്ചുകൊണ്ട് അവൻ പുറത്തേക്കിറങ്ങി. ഉമ്മരത്തെ കസേരയിലിരുന്ന് ബീഡി വലിക്കുമായിരുന്ന കേശവൻ ജിത്തുവിനെ കണ്ട അയാളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. "ഹാ, വരണം വരണം ഇന്ദ്രജിത്ത് മേനോൻ, ഈ ഉള്ളവന്റെ കുടിലിലേക്ക് വന്നാട്ടെ." ജിത്തുവിനെ നോക്കി അയാൾ പറയെ അവൻ പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. "എടോ, താൻ ആരാന്ന തൻ്റെ വിചാരം? എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ താലി കെട്ടിയ എൻ്റെ പെണ്ണിനോട് എന്നെ പറ്റി അനാവശ്യം പറയാൻ മാത്രം താൻ ആരാടോ? എൻ്റെ തന്തയോ? അതോ എൻ്റെ തന്തയുടെ തന്തയോ?" ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ജിത്തു അയാളുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചുയർത്തി. "ഡാ, കൈയെടുക്കടാ. എൻ്റെ ദേഹത്ത് തൊടാൻ മാത്രം നീ വളർന്നോടാ? നിന്റെ തന്തയ്ക്ക് പറ്റിയിട്ടില്ല, പിന്നെയല്ലേ നിന്നെ പോലൊരു ഞാഞ്ഞൂളിന്." അവൻ്റെ കൈ തട്ടിയെറിഞ്ഞുകൊണ്ട് കേശവൻ അവന് നേരെ അലറി. "എൻ്റെ തന്ത ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ തന്നെ പോലൊരു കിഴവനെ മാത്രം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തനിക്കൊരു മോളുണ്ടല്ലോ, തൻ്റെ ദുഷിച്ച രക്തത്തിൽ പിറന്ന ആ പന്ന മോളോട് പറഞ്ഞേക്ക് അവളുടെ കഴുപ്പ് എൻ്റെ മേൽ തീർക്കേണ്ടെന്ന്. മനസ്സിലായോടാവും?" അയാളെ ചെയറിലേക്ക് പിടിച്ച് തള്ളിക്കൊണ്ട് ജിത്തു തിരിഞ്ഞു നടന്നു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. അടുത്ത നിമിഷം തൻ്റെ അടുത്തിരുന്ന കമ്പിയിലെ അയാളുടെ നോട്ടം എത്തി നിന്നു. പെട്ടെന്ന് അത് കയ്യിലെടുത്ത് ജിത്തുവിൻ്റെ പിൻതലയ്ക്ക് ആഞ്ഞടിച്ചു കേശവൻ. ഒരലർച്ചയോടെ ജിത്തു നിലത്തേക്ക് ഊർന്നു വീണു. ഈ സമയം തൻ്റെ ഇന്ദ്രേട്ടൻ്റെ പ്രണയത്തിൻ്റെ അംശത്തിൽ ഉദരത്തിൽ ചുമയ്ക്കാൻ പോകുന്നവളിൽ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു. നാളേക്കുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കുമ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല തൻ്റെ ഇന്ദ്രേട്ടൻ തന്നിൽ നിന്നും അകന്നു പോകുവാണെന്ന്. "ഇന്ദ്രേട്ടാ!" അലറിക്കൊണ്ട് ചാടി എഴുന്നേറ്റു ലക്ഷ. നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു അവൾ. വെള്ളത്തിനായി ചുറ്റും പരതുമ്പോഴേക്കും റൂമിൽ ലൈറ്റ് തെളിഞ്ഞിരുന്നു. "എന്തു പറ്റി മോളെ? നീ എന്തെങ്കിലും സ്വപ്നം കണ്ടോ?" ഒരു ഗ്ലാസ്സിൽ വെള്ളം പകർന്ന് അവൾക്ക് കൊടുത്തുകൊണ്ട് ദേവ ചോദിച്ചു. പെട്ടെന്ന് വെള്ളം കണ്ടതും അത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു അവൾ. "ഇന്ദ്രേട്ടൻ വന്നില്ലേ ചേച്ചി?" മുറിയിലെ ചുവരിലെ ക്ലോക്കിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിക്കെ ദേവയുടെ മിഴികൾ താഴ്ന്നിരുന്നു. "എന്താ പറ ചേച്ചി, എൻ്റെ ഇന്ദ്രേട്ടൻ ഇതുവരെ വന്നില്ലേ? എനിക്കിപ്പോൾ കാണണം എൻ്റെ ഇന്ദ്രേട്ടനെ." വീണ്ടും അവളുടെ നേരെ ദയനീയമായി പറഞ്ഞു ലക്ഷ. "മോളെ, നീ സമാധാനിക്ക്. അവനിങ്ങ് വരും മോളെ. ജോലിക്കാരിയായിട്ട് എന്തെങ്കിലും അത്യാവശ്യം വന്ന് പോയിട്ടുണ്ടാവും. വിളിച്ചു പറയാൻ ചിലപ്പോൾ ഫോണിൽ ചാർജ് തീർന്നു പോയിട്ടുണ്ടാവും." ദേവ അവളെ സമാധാനിപ്പിച്ചുവെങ്കിലും അവളിലും ഒരു ഭയം ഉടലെടുത്തിരുന്നു. "ചേച്ചി, എനിക്ക് വിശക്കുന്നു." അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ലക്ഷ പറയെ ദേവയുടെ കണ്ണുകൾ ക്ലോക്കിലേക്ക് നീങ്ങി. സമയം പുലർച്ചെ 2 മണിയായി. വാ, ചേച്ചി എന്തെങ്കിലും ഉണ്ടാക്കി തരാം." ഒരു ചിരിയോടെ പറഞ്ഞുകൊണ്ട് ലക്ഷയെയും കൊണ്ട് താഴേക്ക് നടന്നു ദേവ. അടുക്കളയിൽ ഒരു ചെയറിൽ അവളെ ഇരുത്തി ഫ്രിഡ്ജിൽ നിന്നും നാളത്തേക്ക് വെച്ചിരുന്ന ദോശമാവെടുത്ത് ദോശയും ഒപ്പം ഓംലേറ്റും ഉണ്ടാക്കി അവൾക്ക് കൊടുത്തു. അവൾ കൊതിയോടെ കഴിക്കുന്നത് കണ്ടൊരു ചിരിയോടെ ചായക്ക് വെള്ളം വെച്ചു ദേവ. "എന്താ ഇവിടെ ചേച്ചിയും അനിയത്തിയും കൂടി?" അടുക്കളയിൽ വെട്ടം കണ്ട് പുലർച്ചെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് ശിവൻ അവിടേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. "ആ ശിവേട്ട, ഇവളിപ്പോൾ എഴുന്നേറ്റതാ. അപ്പോഴുണ്ട് വിശക്കുന്നു എന്ന്. അപ്പോൾ വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാം എന്ന്." ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഗ്ലാസ് എടുത്തു വെച്ചു ദേവ. "ഹായ്, നല്ല മണം. ശിവേട്ട, എനിക്കിപ്പോൾ എഗ് റൈസ് വേണം." അവൻ്റെ പിന്നാലെ അടുക്കളയിലേക്ക് മണം പിടിച്ചുകൊണ്ട് വന്ന ഇന്ദു പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് മൂവരും വാതിൽക്കലേക്ക് നോക്കി. "എന്തോന്ന് എഗ് റൈസ്? അതൊക്കെ ഇപ്പോൾ ഈ നേരത്തെ എവിടുന്ന് കിട്ടാനാ ഇന്ദു? നേരൊന്ന് വെളുത്തോട്ടെ, ഞാൻ പുറത്തുനിന്ന് വാങ്ങി തരാം." ശിവൻ അവളുടെ കവിളിൽ തഴുകി പറഞ്ഞ് ചുണ്ടുകൂട്ടി അവനെ നോക്കിയവൾ. "എനിക്കിപ്പോൾ വേണം." ചുണ്ടു കോർപ്പിച്ച് അവൾ പറയേ അവൻ തലയിൽ കൈവച്ചു പോയി. "ഇപ്പോൾ എന്താ ഇവിടെ പ്രശ്നം? ഇന്ദുവിന് എഗ് റൈസ് വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഉണ്ടാക്കി തരാം, പോരെ?" ശിവന്റെ മുഖം കണ്ടതും ദേവ പറഞ്ഞു. അത് കേട്ടതും ഇന്ദു കണ്ണു വിടർത്തി അവളെ നോക്കി. ശിവനാണിൽ ഏതോ ദൈവദൂതനെ കണ്ട പോലെ നോക്കിപ്പോയി ദേവയെ. "ലക്ഷ, മോളെന്തോന്നും മിണ്ടാത്തേ?" ശിവൻ ചിരിയോടെ അവളുടെ മുടിയിൽ തഴുകി ചോദിക്കെ നിറഞ്ഞ മിഴികളോടെ അവനെ ഒന്ന് നോക്കി. "എന്താടാ, എന്തു പറ്റി?" അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു. "ശിവേട്ട, എൻ്റെ ഇന്ദ്രേട്ടൻ." ചുണ്ടു വിതുമ്പിക്കൊണ്ട് അവൾ പറയെ അവൻ്റെ മുഖം മാറി. "അവൻ ഇതുവരെ എത്തിയില്ലേ?" ഞെട്ടലോടെ ശിവൻ ചോദിക്കെ കരഞ്ഞുകൊണ്ടില്ലെന്ന് തലയാട്ടിയിരുന്നു അവൾ. "മോള് കരയാതെ, ഞാൻ അന്വേഷിക്കാം." ശിവൻ അത് പറഞ്ഞ് പുറത്തേക്ക് നടക്കാനൊരുങ്ങി സഞ്ജു അങ്ങോട്ടേക്ക് ചെന്നു. "എന്താ ശിവ?" പെട്ടെന്ന് അവൻ്റെ ഭാവം കണ്ടവൻ സംശയത്തോടെ ചോദിച്ചു. "ജിത്തു ഇതുവരെ എത്തിയില്ല സഞ്ജു." അവൻ പറയെ സഞ്ജു ഞെട്ടലോട് അവനെ നോക്കി. "എത്തിയില്ലേ?" "ഇല്ല, ഞാൻ പോയി അന്വേഷിച്ചു വരാം." അതും പറഞ്ഞ് മുന്നോട്ട് നടന്നു ശിവൻ. "ഞാനും വരാം ശിവ." അത്രയും പറഞ്ഞ് സഞ്ജു അവൻ്റെ ബൈക്കിന് പിന്നിൽ ചാടി കയറിയിരുന്നു. അവൻ കയറിയതും വണ്ടി മുന്നോട്ടെടുത്തു. ഈ സമയം ജിത്തുവിന് ബോധം വരുമ്പോൾ അവനൊരു ബെഡിൽ കിടക്കുവാണ്. കയ്യിൽ ഡ്രിപ്പിട്ടിട്ടുണ്ട്.
തല വെട്ടിപ്പൊളിയും പോലെ തോന്നിയവൻ കണ്ണുകൾ ചിമ്മി തുറന്നു. ആ, എഴുന്നേറ്റോ ഇയാൾ? പെട്ടെന്നൊരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ട് ജിത്തു തലചരിച്ചു നോക്കി. അവിടെ കണ്ടവളെ അവൻ ഒരിക്കൽ കൂടി കണ്ണുകൾ മുറുക്കെ പൂട്ടി തുറന്നു നോക്കി. ആരതി? അവളെ കണ്ടതും അവനിൽ ദേഷ്യം നുരഞ്ഞു പൊന്തി. അവൻ ചാടി എഴുന്നേറ്റു. ഡി പന്ന മോളെ, നീ എന്തിനാ ഇവിടേക്ക് എന്നെ കൊണ്ടുവന്നത്? ദേഷ്യത്തിൽ അവൾക്ക് നേരെ അലറിയവൻ. പറഞ്ഞോളൂ, എത്ര വേണമെങ്കിലും പറഞ്ഞോളൂ. അതിനുള്ള എല്ലാ അധികാരവും ഇന്ദ്രനുണ്ട്. പക്ഷേ താൻ എന്നെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുവാണ്. എല്ലാത്തിനും പിന്നിൽ എൻ്റെ അച്ഛനാണ് ഇന്ദ്രൻ, അവൾ പുച്ഛത്തോടെ പറഞ്ഞു. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്കിപ്പോൾ പോകണം ഇവിടുന്ന്. എൻ്റെ ലക്ഷ്യ, എൻ്റെ പെണ്ണ്, എനിക്ക് തിരിച്ചു പോകണം, എനിക്ക് പോകണം. ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ജിത്തു പറയെ അവൾ ഓടിച്ചെന്ന് അവനെ പിടിച്ച് ബെഡിലേക്ക് കിടത്തിയിരുന്നു. പ്ലീസ് ഇന്ദ്ര, ഇപ്പോൾ തനിക്ക് പോകാനാവില്ല. തൻ്റെ ബോഡി ഇപ്പോൾ ഫുൾ വീക്കാണ്. തലയിലും മുറിവുണ്ട്. അതുമാത്രമല്ല, ഈ ഡോറ് പുറത്തുനിന്ന് ലോക്കാണ്. ഒപ്പം കാവൽക്കാരായി അച്ഛൻ്റെ കുറേ ഗുണ്ടകളും. അവൾ പറയുക അവനിൽ ദേഷ്യം നിറഞ്ഞു. ഇല്ല, എനിക്ക് പോകണം, എൻ്റെ ലക്ഷ്യ. കണ്ണീരോടെ ബെഡിലേക്ക് തിരിഞ്ഞു കിടന്നു ജിത്തു. മനസ്സിൽ അപ്പോഴും ഇന്ദ്രേട്ട എന്ന് വിളിച്ച് ചിണങ്ങുന്ന ആ കൊച്ചു പെണ്ണായിരുന്നു. അവരുടെ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൻ്റെ അവസ്ഥ കണ്ട ആരതിക്കും സങ്കടം തോന്നിയിരുന്നു. എങ്ങനെയും ഇന്ദ്രനെ ഇവിടെ നിന്നും രക്ഷിക്കണമെന്ന് അവൾ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. ശിവനും സഞ്ജുവും ഇന്ദ്രൻ്റെ ഓഫീസിലും അവൻ്റെ കൈലാസൻ ഫ്ലാറ്റിലുമൊക്കെ അവനെ അന്വേഷിച്ചു. എങ്കിലും ആർക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ശിവൻ വണ്ടി നേരെ കേശവൻ്റെ വീട്ടിലേക്ക് വിട്ടു. ഉച്ചനേരമായതും അവർ അവിടെ എത്തിയിരുന്നു. മുറ്റത്തൊന്നും ആരെയും കാണാനില്ല. വണ്ടി നിർത്തി സഞ്ജുവും ശിവനും പുറത്തേക്കിറങ്ങി. ചുറ്റും കണ്ണോടിച്ചു. ജിത്തുവിൻ്റെ വണ്ടി അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും എന്തോ സംശയം തോന്നി സഞ്ജു വീടിന് ചുറ്റും നടന്നു. ശിവൻ ജനലിൻ്റെ ഗ്ലാസ്സിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കി. മുൻവശത്തെ വാതിൽ ലോക്ക്ഡാണ്. അവൻ വീടിൻ്റെ ഒരു വശത്തേക്ക് നടന്നു. ഒരു വശത്തുള്ള ജനാലയിലൂടെ അകത്തേക്ക് ഒളിഞ്ഞു നോക്കിയതും കണ്ടു ഹാളിൽ നീണ്ടു നിവർന്നു വടിവാളുമായി കിടക്കുന്ന കുറേ പേരെ. അതിൽ നിന്നും അവർ ഗുണ്ടകളാണെന്ന് അവൻ ബോധ്യപ്പെട്ടിരുന്നു. ശിവ, പതിയെ സഞ്ജു വിളിക്കെ ശിവൻ തലചരിച്ചു നോക്കി. അവൻ ഇങ്ങോട്ട് വായെന്ന് കൈകാട്ടിക്ക് വിളിച്ചു പറഞ്ഞു. അവൻ സഞ്ജുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. എന്താടാ? ശിവൻ സംശയത്തോടെ ചോദിച്ചു. ദേ, ജിത്തുവിൻ്റെ ബൈക്കല്ലേ ഇത്? സഞ്ജു ചോദിക്കെ അവനൊന്ന് നോക്കിയ ശേഷം ബൈക്കിലേക്ക് കണ്ണോടിച്ചു. ശേഷം അതിൻ്റെ നമ്പർ പ്ലേറ്റ് നോക്കി. അതെ, ഇത് ജിത്തുവിൻ്റെ വണ്ടിയാണ്. അപ്പോൾ അവൻ ഇവിടെ വന്നിരുന്നു. കേശവൻ അവനെ എന്തോ ചെയ്തിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. ശിവൻ പറയെ സഞ്ജുവും അത് ശരിവെച്ചു. വാ. അല്പനേരം എന്തോ ആലോചിച്ചിരുന്നിട്ട് എന്തോ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് സഞ്ജുവിനെയും കൂട്ടിപ്പോയി ബൈക്കെടുത്ത് രവിയുടെ ഓഫീസിലേക്ക് തിരിച്ചു ശിവൻ. ഇന്ദ്രനെ അന്വേഷിച്ചു പോയ ശിവനെയും സഞ്ജുവിനെയും കാണാതെ വെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമായിരുന്നു ലക്ഷ. എൻ്റെ കുഞ്ഞെ, ഇങ്ങനെ ടെൻഷൻ അടിക്കാൻ പാടില്ല. നീ അതും ഈ സമയത്ത്. വയറ്റിലൊരു കുഞ്ഞുള്ളതാ, അത് ഓർമ്മ വേണം നിനക്ക്. ഇടയ്ക്കിടെ ലക്ഷ്മി അവളെ ഓർമ്മിപ്പിച്ചുവെങ്കിലും അതൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല ലക്ഷ. മോളെ, അവനിങ്ങ് വരും, നീയൊന്ന് അടങ്ങിയിരിക്കുക. ദേവ അവളെ സോഫയിലേക്ക് പിടിച്ചിരുത്തി. ചേച്ചി ഒന്ന് കുഞ്ഞേട്ടനെ വിളിച്ചു നോക്ക് പ്ലീസ്. കൊഞ്ചലോടെ അവൾ പറയെ ഫോണിൽ സഞ്ജുവിൻ്റെ നമ്പറിലേക്ക് കോളാക്കിയിരുന്നു ദേവ. ഏറെ നേരം ബെല്ലടിച്ചിട്ടും സഞ്ജു കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ നിരാശയോടെ ദേവ ഫോൺ വെച്ചു. എന്താ ചേച്ചി, കുഞ്ഞേട്ടനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലേ? ദയനീയതയോടെ അവൾ ചോദിക്കെ ദേവ അവളുടെ അടുത്തായിരുന്നു. അവരിങ്ങ് വരും മോളെ, നീ ഇങ്ങനെ ടെൻഷൻ ആവാതെ, ചേച്ചിയല്ലേ പറയണേ. അവരുടെ മുടിയിൽ തഴുകി ദേവ പറയെ അവളുടെ ചുണ്ട് വിതുമാൻ തുടങ്ങിയിരുന്നു. മോളെ, നീ അവളെ കൊണ്ടുപോയി കിടത്ത്. രാവിലെ എണീറ്റതല്ലേ, ഈ സമയത്ത് റെസ്റ്റ് ആവശ്യമാണ് അവൾക്ക്. ലക്ഷ്മി പറയെ ദേവാമിയെയും കൂട്ടി അവളുടെ മുറിയിലേക്ക് പോയിരുന്നു. ഇന്ദുവും ലക്ഷ്മിയും ദയനീയമായി പരസ്പരം നോക്കി. ഈ സമയം രവിയുടെ ഓഫീസിന് മുന്നിൽ ബൈക്ക് നിർത്തി ശിവനും സഞ്ജുവും അയാളുടെ ക്യാബിൻ ലക്ഷ്യം വെച്ച് നടന്നു. ഓഫീസിൽ എല്ലാവരും അവനെ നോക്കി പുഞ്ചിരിക്കുമ്പോൾ അവർക്ക് തിരികെ ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ അവനും മറന്നില്ല. സഞ്ജു എല്ലാം നോക്കിക്കൊണ്ട് ശിവനോടൊപ്പം നടന്നു. ക്യാബിന് മുന്നിലെത്തി നോക്ക് ചെയ്തിട്ട് അകത്തേക്ക് കയറി രണ്ടാളും. ഏതോ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുന്ന രവി തലയുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ശിവനെയും സഞ്ജുവിനെയും അയാൾ സംശയത്തോടെ നോക്കി. അച്ഛാ, ശിവൻ വിളിക്കെ അയാൾ ഫയൽ അടച്ചു വെച്ച് സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ചെന്നു. എന്താ മക്കളെ രണ്ടാളും കൂടി? എനിത്തിങ് സീരിയസ്? അയാൾ നെറ്റിച്ചുളിച്ചുകൊണ്ട് ഇരുവരെയും നോക്കി. അച്ഛാ, ജിത്തു. ശിവന്റെ സ്വരം ഇടറിയിരുന്നു. രവി അവനെ തന്നെ ഉറ്റുനോക്കി. എന്താ, എൻ്റെ കുഞ്ഞിന് എന്തു പറ്റി? ഞൊടിയിടയിൽ അയാളുടെ ശബ്ദത്തിൽ ഗൗരവം നിറഞ്ഞു. അച്ഛാ, അവൻ ഇന്നലെ പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. ഞങ്ങൾ കേശവന്റെ വീട്ടിൽ അന്വേഷിച്ചു പോയിരുന്നു. പക്ഷേ അവനെ കണ്ടില്ല. അവൻ്റെ ബൈക്ക് ആ വീടിൻ്റെ പിന്നിൽ ഒളിച്ചിട്ടിരിക്കുന്നതാണ് കണ്ടത്. അയാളിനി അവനെ എന്തെങ്കിലും. സഞ്ജുവാണ് മറുപടി നൽകിയത്.
രവിയുടെ മുഖത്തേക്ക് ദേഷ്യം വിരച്ചു കയറി. അയാൾ വെട്ടിത്തിരിഞ്ഞ് ടേബിളിലിരുന്ന് തൻ്റെ ഫോൺ എടുത്ത് ആർക്കോ ഫോൺ ചെയ്തു. മറുവശത്തുള്ള ആളോട് ദേഷ്യത്തിലാണ് സംസാരിക്കുന്നതെന്ന് അയാളുടെ മുഖഭാവത്തിൽ നിന്നും അവർക്ക് മനസ്സിലായിരുന്നു. അല്പം കഴിഞ്ഞ് അയാൾ ഫോൺ വെച്ചുകൊണ്ട് അവിടേക്കിടന്ന് സോഫയിലേക്കിരുന്നു. മൂവരും പരസ്പരം ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. അവരിൽ ജിത്തുവിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ചിന്തകളായിരുന്നു. ഏറെ നേരത്തിനു ശേഷം ഡോറിൽ ആരോ നോക്ക് ചെയ്യും പോലെ തോന്നി. രവി തലചരിച്ചു നോക്കി. യെസ്, കമ്മിങ്. അയാൾ പറഞ്ഞത് പോലീസ് യൂണിഫോമിൽ ഒരാൾ അകത്തേക്ക് കയറി വന്നു. സഞ്ജുവും ശിവനും അയാളെ കണ്ടതും എഴുന്നേറ്റു. രവി അപ്പോഴും മറ്റേതോ ആലോചനയിലായിരുന്നു. അങ്കിൾ, ആ ചെറുപ്പക്കാരൻ വിളിച്ചതും രവി തല ഉയർത്തി നോക്കി. ശ്രീനി, ഇനിയും എനിക്കിത് സഹിക്കാൻ വയ്യ. ഇത്രയും നാളും ഞാൻ അവനെ സഹിച്ചു, എല്ലാം ക്ഷമിച്ചു. പക്ഷേ ഇപ്പോൾ അവൻ കാണിച്ച ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കാനും അതൊക്കെ മറക്കാനും പൊറുക്കാനും എനിക്കാവില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം, അതും ഒരു പോറൽ പോലും ഏൽക്കാതെ, രവി അവനോടായി പറഞ്ഞു. ഐ നോ അങ്കിൾ, അങ്കിൾ പേടിക്കേണ്ട. വിത്തിൻ 24 hours ജിത്തുവിനെ ഞാൻ തിരികെ കൊണ്ടുവന്നിരിക്കും. പിന്നെ അയാളുടെ വീട് എനിക്കറിയണം. അയാളിപ്പോൾ ഇവിടെയില്ല, ഡൽഹിയിലാണ്. അയാൾ ഇവിടെ എത്തുന്നതിന് മുൻപ് ജിത്തുവിനെ കണ്ടെത്തണം. ശ്രീനി ആലോചനയിലാണ്ടു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് ആർക്കോ കോൾ ചെയ്തു. സഞ്ജുവും ശിവനും പരസ്പരം നോക്കി നിന്നു. ഓക്കെ അങ്കിൾ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എത്രയും പെട്ടെന്ന് എനിക്ക് അയാളുടെ വീടും സ്ഥാപനങ്ങളും കണ്ടെത്തണം. ഓക്കെ, ബൈ, ഞാൻ വിളിക്കാം. അത്രയും പറഞ്ഞ് രവിയെയും ശിവനെയും സഞ്ജുവിനെയും നോക്കിക്കൊണ്ട് ശ്രീനി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അച്ഛാ, ശിവൻ വിളിക്കെ അയാൾ തലചരിച്ചു നോക്കി അവനെ. അത് ശ്രീനിസ് വേണുഗോപാൽ, എൻ്റെ ബിസിനസ് ക്ലയൻറ്റ് വേണുവിൻ്റെ മകൻ. അവനിൽ എനിക്ക് വിശ്വാസമുണ്ട് ശിവ. നമുക്ക് നമ്മുടെ ജിത്തുവിനെ കിട്ടും. നീ പേടിക്കാതെ സഞ്ജുവിനെയും കൂട്ടി വീട്ടിൽ പോയിക്കോ. എനിക്ക് കുറച്ചുകൂടി തിരക്കുണ്ട്. രവി ഇരുവരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ശിവൻ തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞ് സഞ്ജുവിനെ നോക്കി. ആ പിന്നെ ലക്ഷമോള് ഇതൊന്നും അറിയരുത്. ജിത്തു ഒരു ബിസിനസ് ആവശ്യത്തിനായി ബാംഗ്ലൂരിലാണെന്ന് അവളോട് പറഞ്ഞാൽ മതി, മനസ്സിലായോ? തിരിഞ്ഞു നടന്നതും രവിയുടെ ഒച്ച മുഴങ്ങി. ഇരുവരും നടത്തു നിർത്തി തിരിഞ്ഞു നോക്കി. അച്ഛാ, അത് മതിയടാ. നമ്മുടെ ജിത്തു കാരണം ഒത്തിരി അനുഭവിച്ചു അവളാണ്. ഇപ്പോൾ അവൻ്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്നവളും. ഈ സമയത്തും അവൾ കരയരുത്, അതിനിടവരുത്തരുത് ശിവ. രവി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ആ കണ്ണുകൾ ചെറുതായി നിറഞ്ഞിരുന്നു, എങ്കിലും ശബ്ദം വിടറിയിരുന്നില്ല. എത്രയും നേരം പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ശ്രമിക്കാം. ശിവൻ ചുണ്ടിൽ വേദന കലർന്നൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് പറഞ്ഞ് തിരിഞ്ഞു നടന്നു. ഒപ്പം സഞ്ജുവും. രവി അവൻ പോകുന്നത് നോക്കി നിന്നു. ഞൊടിയിടയിൽ അയാളുടെ കണ്ണുകളിലെ ഭാവം മാറി. കേശവ, നീ എൻ്റെ കുടുംബത്തിൽ കയറി കളിച്ചു അല്ലേ? വിടില്ലടാ നിന്നെ ഞാൻ, വെച്ചേക്കില്ല ഞാൻ. എൻ്റെ കുഞ്ഞിനെന്തെങ്കിലും പറ്റിയാൽ. അയാളുടെ കണ്ണുകളിൽ പകയെരിഞ്ഞിരുന്നു.